തീരുമാനമെടുക്കാം. അങ്ങനെ നിർമ്മാണത്തിന് ശേഷം കലശത്തിന് മുമ്പായിട്ട് അഷ്ടമുഖ പ്രശ്നം വെച്ച് താവഴി അടക്കുക വെച്ചിട്ട് ഈ ആചാരത്തെ പുനഃസ്ഥാപിക്കും. പോരെ? അല്ല, പറയുന്നത് തുറന്നു പറഞ്ഞു. നാളെ പകുതിക്ക് വെച്ച് കൊടുക്കുക. തൊട്ടാ പകുതി അത് ശരി. ആ, അതിനൊരു തടസ്സം ഇല്ലാണ്ട് ശരി. ആ ശരി. നിർമ്മാണത്തിൽ ബാധിക്കുന്ന തടസ്സങ്ങളൊക്കെ ബാധിക്കാതെ രീതിയിൽ പരിഹാരം കൂടെ നിർമ്മാണത്തിന് നിർമ്മാണം കഴിഞ്ഞിട്ട് നിർമ്മാണത്തിലേക്ക് ബാധിക്കുന്ന പ്രതികൂലാവസ്ഥ. പിന്നെ ഒന്ന് ആദ്യം ജാമ്യമെടുത്തിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ ഇന്ന് ആ പ്രശ്നത്തിൽ ആദ്യം പറഞ്ഞ ആ ബ്രഹ്മരക്ഷസ്, ഒരു യോഗീശ്വരൻ, ഒരു ഭഗവതി, ഒരു ശാസ്ത്രം, ഇവർ നാലാളെ പെർമിഷനാണ് ആദ്യം കൊടുത്തത്. അവരാണ് ഇതിൻ്റെ ദുരിതം. ഈ ഭൂമിയിലെ ആദ്യത്തെ ശാപദുരിതം. അതിൻ്റെ ദുരിതം പരിഹരിച്ചാലേ നമ്മളിത് മുന്നോട്ട് പോകും. അതിൻ്റെ പരിഹാരം ചിത്രമാണ്. ഇന്നത്തെ നമുക്ക് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ അതിനാ നിർമ്മാണത്തിൻ്റെ ബുദ്ധിമുട്ടായി ഇവിടുത്തെ എല്ലാ രാജ്യവും നശിക്കുന്നതിലൂടെയാണ് യോഗൈതി പ്രസിദ്ധ എന്നൊരു വലിയ സന്യാസ യോഗം തിരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഉദാഹരണത്തെ ദുരിതം. ആ സന്യാസീനെ നേരാമണ്ണാക്കി ഓരോ ദുരിതം തീർത്ത് അദ്ദേഹം ഉപാസിച്ച ആ ഭഗവതിയെയും ശാസ്ത്രാവിനെ നേരെയാക്കി ഇതിന്റെ പൂർവ്വപരമ്പരയായ ബ്രാഹ്മണന്റെ ശാപവും ദുരിതവും തീർത്ത് അതിനെ നാഗദോഷം തീർത്താൽ നിങ്ങൾക്ക് ഇതിന് ഒരു പെർമിഷൻ കിട്ടി.